നീ നാളെ നാട്ടിലെത്തുന്ന കാര്യം മഞ്ജുനോട് പറയണ്ടേ? സുധിയുടെ സുഹൃത്ത് മഹി അവനോട് ചോദിച്ചു. വേണ്ടടാ, ഞാൻ വരുന്നത് അവൾ അറിയണ്ട. സുധിക്ക് ഇത്തവണ താൻ വരുന്ന കാര്യം ഭാര്യയെ അറിയിക്കാതെ വരാനായിരുന്നു ആഗ്രഹം. അതെന്താടാ? 2 വർഷത്തിനു ശേഷമല്ലേ വരുന്നത്? നീ വരുന്നുണ്ടെന്നറിഞ്ഞാൽ മഞ്ജുവിന് ഒത്തിരി സന്തോഷമാകില്ലേ? നിനക്കിഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ച് അവൾ കാത്തിരിക്കില്ലേ? വേണമെങ്കിൽ എയർപോർട്ടിൽ കൂട്ടാനും വരും. എല്ലാ തവണയും ഇത് പതിവുള്ളതല്ലേ. അതുകൊണ്ട് ഇത്തവണ മഞ്ജുവിന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഞാൻ നാളെ വണ്ടിയുമായി രാത്രി എയർപോർട്ടിൽ വരാം. സുധി കോള് കട്ട് ചെയ്തിട്ട് നാട്ടിലേക്കുള്ള പാക്കിംഗ് തുടങ്ങി. സുധിയുടെയും മഞ്ജുവിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. കുട്ടികളൊന്നുമില്ല. സുധിയുടെ അമ്മ മരിച്ചിട്ട് 5 വർഷമായി. വേറെ സഹോദരങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് സുധിക്കിപ്പോൾ സ്വന്തം എന്ന് പറയാൻ ആകെയുള്ളത് ഭാര്യയും അച്ഛനും മാത്രമാണ്. നാട്ടിലേക്ക് പോകുന്ന ത്രില്ലിലായിരുന്നു അയാൾ. ഭാര്യയ്ക്കും അച്ഛനും ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി. പിറ്റേ ദിവസം എയർപോർട്ടിൽ സുധി വന്നിറങ്ങുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ മഹി എത്തിയിരുന്നു. അപ്പോഴേക്കും സമയം വൈകുന്നേരം 5 മണി കഴിഞ്ഞിരുന്നു. എടാ, നീ എന്നെ വീടിന് കുറച്ചടുത്തായി ഇറക്കിയാൽ മതി. അല്ലെങ്കിൽ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അവൾക്ക് ഡൗട്ട് തോന്നും. എന്നിട്ട് ഞാൻ വിളിച്ചതിന് ശേഷം നീ കാറുമായി വീട്ടിൽ വന്നാൽ മതി. എന്നെ അപ്രതീക്ഷിതമായി കാണുമ്പോഴുള്ള മഞ്ജുവിൻ്റെ അച്ഛൻ്റെയും മുഖം എനിക്ക് നേരിൽ കാണണം. സുധി ആ രംഗം മനസ്സിൽ കണ്ടു. ചിന്തകൾക്കൊടുവിൽ വീടെത്താറായത് സുധി അറിഞ്ഞില്ല. ഡാ സുധി, വീടെത്താറായി. നീ ഇവിടെ ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുന്നു എന്നല്ലേ പറഞ്ഞത്? മഹിയുടെ ചോദ്യമാണ് സുധിയെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ആ, വണ്ടി ഇവിടെ നിർത്തിക്കൂ. ഒന്ന് മൂരി നിവർന്നുകൊണ്ട് സുധി സീറ്റിൽ എഴുന്നേറ്റിരുന്നു. മഹി റോഡിന് ഓരം ചേർന്ന് കാർ നിർത്തിയപ്പോൾ സുധി ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. എങ്കിൽ ശരി, ഞാൻ വിളിക്കുമ്പോൾ നീ അങ്ങോട്ട് വന്നേക്ക്, സുധി മഹിയോട് പറഞ്ഞു. ഓക്കേടാ, നീ വിളിക്ക്. അപ്പോഴേക്കും നേരം നന്നായി ഇരുട്ടി തുടങ്ങിയിരുന്നു. പോസ്റ്റ് ലൈറ്റിൻ്റെ വെളിച്ചമില്ലാത്തതിനാൽ വഴി മൊത്തം ഇരുൾ മൂടി കിടക്കുകയായിരുന്നു. വീടിനോടടുത്തുള്ളപ്പോൾ സുധിയുടെ ഉള്ളിൽ ഗ്രഹാതുരത്വം നിറഞ്ഞു വന്നു. ശബ്ദമുണ്ടാക്കാതെ ഗേറ്റ് തുറന്ന് സുധി അകത്തേക്ക് പ്രവേശിച്ചു. മുൻവശത്തെ ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ചപ്പോൾ അതകത്തു നിന്നും അടച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അടുക്കള ഭാഗത്ത് ലൈറ്റ് കണ്ടപ്പോൾ സുധി നേരെ അങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചു. എന്നാൽ ചാരിക്കിടക്കുന്ന അടുക്കളവാതിലൂടെ അവിടെ കണ്ട കാഴ്ച സുധിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. നിലത്ത് വീണ് കിടക്കുന്ന തൻ്റെ ഭാര്യയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്ന അച്ഛനെ കണ്ട് സുധി ഒരു നിമിഷം ധരിച്ചു നിന്നു. വേണ്ടച്ച, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളുടെ മോൻ്റെ ഭാര്യയാണ്. എന്നോട് ഇങ്ങനൊരു ക്രൂരത കാണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? മഞ്ജു കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ്. കുറേ നാളായി നിന്നെ ഞാൻ മനസ്സിലിട്ട് മോഹിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും എൻ്റെ മോൻ വല്ലപ്പോഴും വരുമ്പോഴല്ലേ നിനക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടാറുള്ളൂ. അവ നിനക്ക് തരുന്നതിനേക്കാൾ 1000 മടങ്ങ് ഞാൻ നിനക്ക് തരാം. നീ ഒന്ന് അനുസരിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ ബലം പ്രയോഗിക്കാനും എനിക്കറിയാം. വഷളൻ ചിരിയോടെ സുധിയുടെ അച്ഛൻ സുധാകരൻ പറഞ്ഞു. എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ സത്യമായിട്ട് സുധിയേട്ടനോട് പറഞ്ഞു കൊടുക്കും. നീ അവനോട് എന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് അവൻ്റെ കൂട്ടുകാരൻ മഹിയുമായി ആവിഹിത ബന്ധമുണ്ടെന്ന് ഞാൻ സ്ഥാപിച്ചെടുക്കും. നിനക്ക് അവനുമായി രഹസ്യബന്ധം ഉണ്ടായിരുന്നത് ഞാൻ കണ്ടുപിടിച്ചതിൻ്റെ പ്രതികാരം വീട്ടാനാ നീ എന്നെ വെച്ച് കള്ളക്കഥ പറയുന്നതെന്ന് ഞാൻ അവനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. സുധി എൻ്റെ മോനായതുകൊണ്ട് അവൻ എന്തായാലും ഞാൻ പറയുന്നത് കേൾക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. നിനക്ക് കയറി ചെല്ലാനൊരു വീട് പോലും ഇല്ല എന്നത് ഓർമ്മ വേണം. മര്യാദയ്ക്ക് എന്നെ അനുസരിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഒരേ സമയം ഞങ്ങളുടെ 2 പേരുടെയും ഭാര്യയായി കഴിയാം. സുധിയുടെ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് വെറുപ്പോടെ മഞ്ജു മുഖം വെട്ടിച്ചു. അച്ഛന് നാണമുണ്ടോ ഇങ്ങനെ പറയാൻ? നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം അച്ഛനായിട്ടാണ് കണ്ടിരുന്നത്. അയാളുടെ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് മഞ്ജു പറഞ്ഞു. മിണ്ടാതെ അടങ്ങ് കിടക്കടി. എൻ്റെ മോനൊരു മണ്ടനായതുകൊണ്ട് നിന്നെപ്പോലെ ഒരു പെണ്ണിനെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് അങ്ങ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടാൻ പോയിരിക്കുന്നു. ഒരു കണക്കിന് അവൻ എങ്ങോട്ട് പോയത് നന്നായി. അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ നിന്നെ കൈ വാക്കിന് കിട്ടിയത്. നിലത്ത് കിടക്കുന്ന മഞ്ജുവിനെ ചേർത്തമർത്തി സുധാകരൻ അവളുടെ സാരി അഴിച്ചു മാറ്റാൻ ശ്രമിച്ചു. അവളുടെ ശരീരത്തിലൂടെ അയാളുടെ കണ്ണുകൾ ആർത്തിയോടെ സഞ്ചരിച്ചു. അവൾ സർവ്വശക്തിയും എടുത്ത് അയാളെ തൻ്റെ ദേഹത്തു നിന്നും തള്ളി മാറ്റാൻ ശ്രമിച്ചു. ആ കാഴ്ച കണ്ടതും സുധി സമനില തെറ്റി കാറ്റുപോലെ അടുക്കളയിലേക്ക് പാഞ്ഞു കയറി. അച്ഛാ! അപ്രതീക്ഷിതമായി മകൻ്റെ ശബ്ദം കേട്ട് സുധാകരൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. സുധിയെ പെട്ടെന്ന് കണ്ടതും മഞ്ജുവിൻ്റെ ദേഹത്തു നിന്നും അയാൾ പിടഞ്ഞെണീറ്റു. തൻ്റെ ഭർത്താവിനെ കണ്ടതും ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ മഞ്ജുവും ചാടി എഴുന്നേറ്റു. സുധിയേട്ടാ, നിങ്ങളുടെ അച്ഛനെന്നെ! അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു. സുധി പെട്ടെന്ന് പിന്തിരിഞ്ഞ് അടുക്കളയുടെ സ്ലാബിന് പുറത്തിരുന്ന് കത്തി കയ്യിലെടുത്തു. ഈ വീട് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഈ വീട്ടിൽ കയറി കിടന്നുകൊണ്ട് എൻ്റെ ഭാര്യയെ കൈവെക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നിടോ? നിങ്ങളെൻ്റെ അച്ഛൻ തന്നെയാണോ? ആ വാക്കിനോട് തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു. ഇനി ഒരു നിമിഷം കൂടി ഈ വീട്ടിൽ നിന്നാൽ നിങ്ങളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും. അതുകൊണ്ട് സ്വന്തം ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ്ക്കോ. ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ എന്തും ചെയ്യുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. സുധാകരനെ നോക്കി സുധി അലറി.
മകന്റെ മുൻപിൽ തെളിവ് സഹിതം പിടിക്കപ്പെട്ടതിന്റെ അപമാനത്തിൽ സുധാകരൻ മുഖം കുനിച്ചു. ഇനിയും അവിടെ നിന്നാൽ അവൻ തന്നെ കൊന്നേക്കുമോ എന്ന് ഭയന്ന് കയ്യിൽ കിട്ടിയ തന്റെ സാധനങ്ങൾ ഒരു ബാഗിൽ വാരിയെടുത്തുകൊണ്ട് സുധാകരൻ ജീവനും കൊണ്ട് ആ വീട്ടിൽ നിന്നും പാഞ്ഞു. ജീവനും കൊണ്ട് പായുന്നതിനിടയിലും അയാൾ ചിന്തിച്ചത് മഞ്ജുവിനെക്കുറിച്ചായിരുന്നു. തന്റെ കൈപ്പിടിയിൽ കിട്ടിയ മരുമകളെ മകൻ കാരണം ഒന്ന് അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നിരാശ അയാളിൽ നിറഞ്ഞു നിന്നു. നീ പേടിക്കേണ്ട മഞ്ജു, നിന്റെ കൂടെ ഞാനില്ലേ. നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി. എന്തായാലും ഗൾഫിൽ നിന്നും പറയാതെ വന്നത് നന്നായി. അതുകൊണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ്റെ വൃത്തികെട്ട സ്വഭാവം നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ കഴിഞ്ഞു. ഇനി ഞാൻ തിരിച്ചു പോണില്ല. ഉള്ളതുകൊണ്ട് നമുക്കിവിടെ സുഖമായിട്ട് ജീവിക്കാം. സുധി തൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. മഞ്ജു ആശ്വാസത്തോടെ അവൻ്റെ നെഞ്ചിൽ ചാരി പൊട്ടിക്കരഞ്ഞു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.